ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലുള്ള ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി. അപ്പോൾ അതൊന്ന് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ, നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി പഴുത്തത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളക്. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ പീസ് നെകക്കെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു തവി കൊണ്ടോ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് നമുക്ക് വെയിറ്റിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. എൻ്റെ കുക്കറിൻ്റെ ഇതാ ഞാൻ പറയുന്ന ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ വേവൊക്കെ. അപ്പോൾ ഇതിൽ ഞാനൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ സ്റ്റൗ കത്തിച്ച് നമുക്കത് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഇപ്പോൾ 4 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി അതൊക്കെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഒരു 2-3 ഉണക്കമുളകും 2 തണ്ട് കറി ലീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം. ഈ സമയമൊക്കെ തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതായ ഗ്രീൻ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പം, ദോശ ഇതിനെല്ലാം ചേരുന്ന നല്ല അടിപൊളി ഒരു കിടിലൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതും കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാനിതാ ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ തീ കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ നമുക്ക് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ കറി വാങ്ങാം. നല്ല കിടിലൻ ഒരു സിമ്പിൾ ഗ്രീൻ പീസ് കറി കേട്ടോ. ഒരുപാട് നമുക്ക് ചേരുവകളൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി. ഇത്രയും മതിയാവും. ഇനി നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ഇത് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. തടച്ചതിന് ശേഷം
ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങൾക്കെല്ലാം ഉറപ്പായിട്ട് ഈ കറി ഇഷ്ടം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.